ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു കുർത്തി ചെയ്യുന്നത് ഓർഗൻസ മെറ്റീരിയലിലാണ്. ഫ്രണ്ടിൽ സ്ലിറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ നെറ്റിൻ്റെ ബാഗ് കുറച്ച് ട്രാൻസ്പെറൻ്റൊക്കെ ആയിട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഞാൻ ലൈനിങ്ങിലാണ് കേട്ടോ ആദ്യം കട്ടിങ് ചെയ്യുന്നത്. ഇത് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലുമാണ്, കൂടാതെ ഓർഗൻസയും കൂടി ആയതുകൊണ്ട് തന്നെ തുണി കുറച്ച് പിടിച്ച് കെട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമുക്ക് എന്നാലും ഒന്ന് ശ്രമിക്കാം. 3 മീറ്റർ മെയിൻ ക്ലോത്തും 2.5 മീറ്റർ ലൈനിങ്ങാണ് എടുത്തിരിക്കുന്നത്. ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ തുണി രണ്ടാക്കി ഒന്ന് മടക്കിയിട്ടു. അപ്പോൾ ഞാൻ വിഡ്ത്ത് എനിക്ക് വരുന്നത് ഇപ്പോൾ 20 ഇഞ്ചിലാണ്. ഞാനപ്പോൾ ആ 20 ഇഞ്ച് തന്നെ എടുക്കുകയാണ്. നമ്മളിവിടെ എ ലൈനിലാണ് കുർത്തി ചെയ്യുന്നത്. ഇനി എനിക്ക് ലെങ്ത്ത് വരുന്നത് 46 ഇഞ്ചിലാണ്. അപ്പോൾ ഞാൻ ആ ലെങ്ത്ത് തന്നെയാണ് എടുക്കുന്നത്. മെയിൻ പാർട്ടിന് ഒരു 1 ഇഞ്ച് കൂടി നമ്മൾ എക്സ്ട്രാ എടുത്താൽ മതിയാവും. ഇനി ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് 6.5 ഇഞ്ചിലാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ ആം ഹോളിൻ്റെ ലെങ്ത്താണ്, അതും ഞാൻ 6.5 ഇഞ്ചിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. രണ്ടും 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് നമുക്ക് ഒന്ന് സ്ക്വയർ പോലെ വരച്ച് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള അളവുകൾ നോക്കാം. ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നല്ല ലൈനിങ് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ ഫ്രണ്ടിൽ സ്ലിറ്റ് കൂടെ വെക്കുന്നതുകൊണ്ട് ലൈനിങ് തുണി നമുക്ക് വിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ക്രേപ്പിൻ്റെ നല്ല തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം എനിക്ക് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 9 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്തു. അതിനൊപ്പം തന്നെ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തു. ഇനി നമ്മളുടെ ഷേപ്പിൻ്റെ ലെങ്ത്ത്, അതായത് നമ്മളുടെ സൈഡിൽ വരുന്ന കർവ് ചെയ്യുന്ന ഭാഗത്തെയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തത് ഒരു 13 ഇഞ്ചിലാണ്. അതിനുശേഷം അതിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 8 ഇഞ്ചിലും 2 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്തു. ഇനി സ്ലിറ്റ് വരുന്ന ഭാഗം, അത് നമ്മൾ സ്ലിറ്റ് ഇടുന്നില്ലെന്നെങ്കിലും ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കറക്റ്റ് ഷേപ്പ് അവിടെ കിട്ടുവാനാണ് അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ 20 ഇഞ്ച് ലെങ്ത്ത് എടുത്തു. അതിനുശേഷം ഒരു 10 ഇഞ്ച്, അത് ഞാൻ ലൂസാക്കിയാണ് അവിടെ മാർക്ക് ചെയ്യുന്നത്. 10 ഇഞ്ച് വിഡ്ത്ത് കൊടുത്തിട്ട് അവിടെയും ഒരു 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തു. ആ സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ കുറച്ച് നമുക്ക് നോർമൽ എടുക്കുന്ന വിഡ്ത്തിനേക്കാളും ഒരു 1-1.5 ഇഞ്ച് കൂടുതൽ എടുത്ത് കൊടുക്കാവുന്നതാണ്. കാരണം ആ ഭാഗം നമുക്ക് ഓവറായിട്ട് നോർമൽ സ്ലിറ്റ് ചുരിദാർ പോലെ നമുക്ക് ടൈറ്റ് ചെയ്ത് വരേണ്ട ആവശ്യമില്ല. ഇനി അവസാന ഭാഗം ഇതേപോലെ ഒന്ന് അറ്റം വരെ ഒന്ന് ഞാൻ എ ലൈനായിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്ത് താഴത്തെ ഭാഗം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അറ്റത്തെ ഭാഗം തൂങ്ങിക്കിടക്കും അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് 1 ഇഞ്ചിലിങ്ങനെ ആം ഹോളിന് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് കർവ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും ലൈനിങ്ങിൻ്റെ ഭാഗം മാത്രമാണ് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ഇത് വെച്ചാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്കിപ്പോൾ 20 ഇഞ്ചാണ് ഉണ്ടായത്, അതുകൊണ്ടാണ് ഞാൻ ആ അളവിൽ തന്നെ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു അളവ് മതിയാകും. ഇതിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് താഴേക്ക് വിഡ്ത്ത് ചുരുക്കൊക്കെ കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ മെയിൻ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ലൈനിങ് കട്ട് ചെയ്ത് ഒരു പീസ് നമ്മളുടെ മെയിൻ ക്ലോത്ത് ഇതേപോലെ 1-2 മടക്കി ഇട്ടിട്ട് അതിങ്ങനെ മെയ്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് പാർട്ടിന് വേറെ വ്യത്യാസമൊന്നുമില്ല, നേരെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് ഇതിൽ മാറ്റങ്ങൾ വരാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ മാറ്റി വെക്കാം. അതിനുശേഷം ഫ്രണ്ട് പാർട്ടും ഞാൻ ഇതേപോലെ 2 മടക്കിയിട്ടു. അതാണ് എൻ്റെ ഫോൾഡഡ് സൈഡ്. ഓപ്പൺ സൈഡ് പുറത്താണ്. അപ്പം നമ്മൾ ഈ ഫോൾഡഡ് സൈഡിൽ ഇതെങ്ങനെ മടക്കിയിടുമ്പോൾ 1 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ ലൈനിങ് നീക്കി വെച്ചിട്ട് വേണം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ 1 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ ഒന്ന് നീക്കി വെക്കുക. 1 ഇഞ്ചോ 3/4 ഇഞ്ചോ മതിയാകും. എന്നിട്ട് നമുക്ക് ഇത് കണ്ടോ, താഴത്തെ പാർട്ട് അത് മാത്രം ഒന്ന് നമുക്ക് സെൻറ്ററിൽ നിന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണിത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നേരെ ഇങ്ങനെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അതിങ്ങനെ ഫ്രണ്ട് പാർട്ട് നമുക്ക് 2 പീസായിട്ട് എടുത്തു. നമ്മൾ 1 ഇഞ്ച് സെൻറ്ററിൽ എക്സ്ട്രായും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സ് അപ്പോൾ ഞാൻ അരികിൽ എനിക്ക് ആ തേര് വരുന്ന ഭാഗം കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കണക്കൂട്ടിയാണ് ഞാനിവിടെ അളവ് പറയുന്നത്. അപ്പോൾ 9 ഇഞ്ച് വിഡ്ത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്ലീവ്സിന് വേണ്ടി. കണ്ടോ, ഇനിയിപ്പോൾ നമുക്ക് ലെങ്ത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 15 ഇഞ്ചിലാണ്. ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് അതിൽ
ആഡ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഷോൾഡർ അടിക്കാൻ മാത്രം താഴത്തെ ഭാഗത്ത് ഞാൻ തേരോട് കൂടിയാണ് വെക്കുന്നത്. ഇനി അവിടെ നമ്മളുടെ ഓപ്പൺ സൈഡിൽ ഒരു 3.5 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ടാണ് നമ്മളുടെ മുകളിലേക്ക് നമ്മളുടെ ഫോൾഡഡ് സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തത്. നോർമൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്താൽ മതിയാകും. ഇതിപ്പോൾ ഈ തുണിയിൽ ഇങ്ങനെ വരച്ച് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തുണി ഇങ്ങനെ പിടിച്ച് കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വരച്ചെടുക്കാൻ കുറച്ച് പണിയാണ് ഈ ഓർഗൻസ മെറ്റീരിയലിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നോർമലായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ സെൻട്രൽ പൊസിഷൻ എടുത്ത് അതിൽ നിന്ന് താഴ്ത്തി വരച്ച് നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഞാനപ്പോൾ ഇവിടെ 5 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തി ഒരു 1.5 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതേപോലെ നോർമലായിട്ട് സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്തെടുത്ത് നോർമൽ സ്ലീവാണ് ഇതിൽ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ലെങ്ത്ത് മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കി എടുത്താൽ മതിയാവും. എന്നിട്ട് സെൻട്രൽ പൊസിഷൻ ഞാൻ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനവിടെ 3 ഇഞ്ചിലാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നതും 3 ഇഞ്ചിൽ തന്നെയാണ്. എന്നിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് സ്ക്വയർ പോലെ നമ്മൾ വരച്ച് കൊടുത്തിട്ട് അതിനകത്താണ് റൗണ്ട് നെക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും റൗണ്ട് നെക്ക് തന്നെയാണ്. ബാക്കിൽ നമ്മൾ ചെറിയൊരു കട്ടിങ് കൂടി കൊടുക്കുന്നുണ്ട്. അതായത് ഫ്രണ്ടിൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നെക്ക് വെക്കുന്നുണ്ട്, കുറച്ച് കയറിയായിരിക്കുമല്ലോ നെക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തയ്യൽ കൂടെ കടത്താനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് ചെറിയ കട്ടിങ് ഇവിടെ ബാക്കിൽ കൊടുക്കുന്നത്. ബാക്കിൽ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ട് നമ്മളൊരു ഹുക്ക് പോലെ വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡ് ബാക്കിൽ ചെയ്യുന്നത്. അതല്ലാണ്ട് നമുക്ക് സിബ് വെച്ച് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ബാക്കിൽ നെക്ക് ഇറക്കി കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളുടെ നല്ല വശം രണ്ടും ഇതേപോലെ ഒന്നിച്ച് വരുന്ന രീതിയിൽ ഒന്ന് നിവർത്തിയിടുക. നമ്മളിപ്പോൾ ലൈനിങ് പാർട്ടിൽ മാത്രമേ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇതിനെ നമ്മൾ വെച്ചടിച്ചതിന് ശേഷമാണ് നമ്മൾ മെയിൻ ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പീസ് ഇതേ കണ്ടോ, അതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടാകും. നമുക്ക് ഇവിടെ നെക്കിൻ്റെ ഭാഗത്തൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ബട്ടൺ ഇടാൻ വേണ്ടിയാണ് അങ്ങനെ അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നല്ല വശം രണ്ടും ഒന്നിച്ച് വെച്ച് നെക്കിൻ്റെ ഭാഗം അടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റായിട്ട് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് താഴേക്ക് നമുക്ക് അടിച്ചെടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്ലോയിൽ ചെയ്താൽ മതിയാവും. നമ്മൾ സ്പീഡിൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഓർഗൻസ മെറ്റീരിയൽ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വലിഞ്ഞ് പോകുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടേ നമുക്ക് തയ്ക്കുമ്പോൾ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലോ ആയിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് ഒത്തിരി സ്ലോയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ മെറ്റീരിയൽ അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്തതുകൊണ്ട് ചില മെറ്റീരിയൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. ഞാനത് അടിച്ചെടുത്ത് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് തിരിച്ചെടുത്തിട്ട് ഒന്ന് പതിച്ചുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ലൂപ്പ് കണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇത് എങ്ങനെ കിട്ടും നമുക്ക്. ഞാൻ എൻ്റെ അറ്റത്ത് കൂടെ ഒരു ചെറിയൊരു രീതിയിൽ കണ്ട ഇതുപോലെയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിൻ്റെ നെക്ക് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്കടുത്ത് ചെയ്യാനുള്ളത് ഇത് കണ്ടോ, ഈ നെക്ക് ഇങ്ങനെ വരെ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടെ വിഡ്ത്തിൽ നമുക്ക് ഈ നെക്ക് അടയാളപ്പെടുത്താം. നമ്മൾ നേരത്തെ 3 ഇഞ്ചിലാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തത് ബാക്ക് പാർട്ടിൽ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ എടുക്കുന്നത് 4 ഇഞ്ചാണ്. 1 ഇഞ്ച് കൂടി ഞാൻ കൂട്ടിയെടുക്കണം. നമുക്ക് 1-1.5 ഇഞ്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. ഫ്രണ്ടിൽ അധികം ഷോൾഡർ വേണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കുറച്ചുകൂടി ഇരുന്നാൽ കുഴപ്പമില്ല എന്നുള്ളതെങ്കിൽ നമ്മളൊരു 5 ഇഞ്ച് വരെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് 6 ഇഞ്ചിലാണ്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് വേണ്ട ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്താണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ഇതിലൊക്കെ ടോപ്പിലൊക്കെ തയ്ക്കുന്ന പോലെ തന്നെ. നെക്കിൻ്റെ ഭാഗം കുറച്ച് വിഡ്ത്തിലെടുത്തിരിക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതിൻ്റെ മീതെയുള്ള ഭാഗം 3 ഇഞ്ചിൽ വിഡ്ത്തിൽ വരും. അതുകൊണ്ടാണ് നെക്കിൻ്റെ ഭാഗം കുറച്ചുകൂടെ വിഡ്ത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈനിങ് പാർട്ടിൽ നമ്മൾ ഇതേപോലെ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് നെക്ക് അടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് വെച്ച് നെക്ക് അടിച്ചെടുക്കുക എങ്ങനെയാണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ക്യാൻവാസ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനൊരു പീസ് വെച്ചിട്ടാണ് ഇവിടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ലൈനിങ്ങിൻ്റെ ഒരു ഭാഗം അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് അത് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ അത് അടിച്ചെടുക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡൗട്ടുള്ളവർ അതോടെ ഒന്ന് കണ്ടതിന് ശേഷം ഇത് അടിച്ചെടുക്കുക.
അപ്പോൾ നമ്മൾ ഈ പാർട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത് 2 പീസായിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തായിരുന്നല്ലോ സ്ലിറ്റ് ഇടാൻ വേണ്ടി. അതാണ് നമ്മളിതിലേക്ക് ഒന്ന് ചേർത്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ കണ്ടു നമ്മളുടെ ആ ഒരു ഭാഗം ആം ഹോളിൻ്റെ ആ ഭാഗം വെച്ച് നമ്മളൊന്ന് ഇതേപോലെ ഇടുക. ആ ഭാഗം ചേർത്ത് പിടിച്ച് ഇട്ടാലേ നമുക്ക് കറക്റ്റ് അളവ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇത് കണ്ടോ, അപ്പോൾ ഒരു പീസിൻ്റെ മീതെ കിടക്കുന്ന പോലെ കിടക്കുന്നത് കണ്ടോ. അത് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ നേരത്തെ എടുത്തായിരുന്നല്ലോ, അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് അവിടെ മടക്കി അടിച്ച് കൊടുക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് സ്ലിറ്റ് വരുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ നമുക്ക് 1 ഇഞ്ച് എക്സ്ട്രാ അവിടെ എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 1 ഇഞ്ച് അങ്ങനെ എക്സ്ട്രാ വന്നത് ഒന്ന് ഇതിലൂടെ കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് എന്തോരാണ് സ്ലിറ്റ് വേണ്ടതെന്നൊന്ന് മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ 13 ഇഞ്ചിലാണ് സ്ലിറ്റ് വരുന്നത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ലെങ്ത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 പാർട്ടിലും ഇതേപോലെ വന്നതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു പീസ് അടുത്ത പീസിൻ്റെ മീതിലേക്ക് ഇട്ട് കൊടുത്തതേ കണ്ടോ. എനിക്കിപ്പോൾ അവിടെ ഒരു ഇതേപോലെ ത്രെഡ് പോലത്തെ ലൈൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് ഒരു മാർക്കിംഗ് ആയിട്ട് എടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോക്ക് കൊണ്ട് വരച്ചു കൊടുത്താലും മതിയും. ഞാനിപ്പോൾ ത്രെഡ് പോലെയുള്ളത് കൊണ്ട് തന്നെ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് എളുപ്പവുമായിരിക്കും, എനിക്ക് ഇത് തയ്ച്ചെടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ എനിക്ക് രണ്ടും അത് എളുപ്പമായി കിട്ടി. അപ്പോൾ ഞാനത് സ്ലിറ്റ് വരച്ച് വെച്ച ഭാഗമാണത്. അവിടം വരെ എനിക്ക് വേണ്ടത്. അവിടം വരെ ഞാനൊന്ന് അടിച്ച് ഒന്ന് കെട്ടിയിട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ അധികമായിട്ട് വന്നിരിക്കുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കറക്റ്റ് 2 അളവാക്കി ഇതേ കണ്ട സ്ലിറ്റ് വരേണ്ട ഭാഗമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനുശേഷം ഇതേ കണ്ടോ, ഇതൊരു 3/4 ഇഞ്ച് വരുന്ന രീതിയിൽ ഞാനൊന്ന് കറക്റ്റാക്കി ഒന്ന് എടുത്തിട്ട് എന്നിട്ടാണ് ഇങ്ങനെ മടക്കി അടിക്കാൻ വേണ്ടി പോകുന്നത്. 2 സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് നമ്മൾ നിവർത്തുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നിവർന്ന് പോകുന്ന തുണിയായതുകൊണ്ട് ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ചു, എന്നാലേ അതിനൊന്ന് നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ട് നേരെ ഇങ്ങനെ അടിച്ചെടുക്കുവാണ്. അപ്പോൾ ഞാനതൊരു 1 ഇഞ്ചാണ് ആദ്യം എടുത്തിരുന്നെങ്കിലും എനിക്ക് അധികം വീതിക്ക് സ്ലിറ്റ് വേണ്ട. ഇതെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് അടിച്ച് പോയത് ക്ലിയർ ആയിട്ട് തന്നെ നെക്കിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോഴേക്കും നല്ല വൃത്തിക്ക് തന്നെ ഇത് അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അവിടെ വരെയാണ് വെട്ട് കൊടുക്കുന്നത് കണ്ടോ. ആ ഭാഗം താഴേക്ക് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് കണ്ടോ ത്രെഡ് ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ കറക്റ്റ് ഇങ്ങനെ അളവിൽ ഇങ്ങനെ അടിച്ച് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത അളവ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, അടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അളവിലേക്ക് എത്തി നമുക്ക് അറ്റം വരെ എടുത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. 2 സൈഡും ഇതുവരെ അടിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ ഒരു സൈഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത സൈഡ് ഞാൻ താഴെ നിന്നാണ് അടിച്ച് തുടങ്ങിയത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം മാത്രം ഞാനൊന്ന് ക്ലിയർ ആയിട്ട് കാണിക്കുകയാണ്. എന്തേ കണ്ടോ, താഴെ നിന്ന് അടിച്ച് തുടങ്ങി ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 2 സൈഡ് എന്താ കണ്ടോ, അധികം വീതി വേണ്ടാത്തതുകൊണ്ടാണ് ഞാനതൊരു ചെറുതാക്കി ഇങ്ങനെ മടക്കി അടിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ വരും നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം നല്ല വൃത്തിക്ക് നമുക്ക് വരും. ഇപ്പോൾ എൻ്റെ താഴത്തെ ആ ഭാഗവും ബ്ലാക്ക് ആയതുകൊണ്ട് ഈ നെക്ക് ശരിക്കും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ട്രാൻസ്പെറൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കൈവച്ച് കാണിച്ചത്. അപ്പോൾ നെക്ക് നമ്മൾ 6 ഇഞ്ച് ലെങ്ത്തിലാണ് ലൈനിങ് ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യണം. ആ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ 6 ഇഞ്ചാണ് എടുത്തത്. ഞാനിപ്പോൾ ഒരു 4 ഇഞ്ചാണ് എടുക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു 3 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ എടുക്കാം. പക്ഷേ 2 ഇഞ്ചാകുമ്പോൾ ഭയങ്കരമായിട്ട് കയറിപ്പോവും. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഇഞ്ചിലാണ് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ച്, നോർമലായിട്ട് നമ്മുടെ നെക്കിന് എത്രയാണ് വിഡ്ത്ത് വേണ്ടത്, ബാക്ക് പാർട്ട് നമ്മൾ 3 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തേ, ആ 3 ഇഞ്ച് വിഡ്ത്ത് തന്നെ ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. ലെങ്ത്ത് 4 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് നെക്ക് വരച്ചു. നമ്മൾ ലൈനിങ്ങിൽ കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലും അധികം ഞാൻ ഒതുക്കി കളയുന്നില്ല, ആ വൈഡിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ എടുത്തു. അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. ഞാനപ്പോൾ ഇതേപോലെ ഒരു ക്രോസ് പീസിലാണ് ഈ ഒരു ഭാഗം അടിച്ചെടുക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് ക്യാൻവാസ് വെച്ചടിക്കുമ്പോഴത്തേക്കും ഇതിൽ നമുക്ക് വിസിബിൾ ആകും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഒന്ന് ചെറുതായിട്ട് അതൊന്ന് അടിച്ചതിന് ശേഷം പതിച്ചടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഈ തുണി പിടിച്ചിട്ട് കിട്ടുന്നില്ല, മടക്കടിക്കുമ്പോഴേക്കും അളവൊക്കെ നമുക്ക് നോർമൽ തുണി പോലെ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പതിച്ചടിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ഒതുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് ഇത്രയും കൂടി സിമ്പിളാണല്ലോ, അത് ചാടി ചാടി പോകത്തില്ലല്ലോ. പക്ഷേ ഇതിങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചടിക്കണം കേട്ടോ. ഈ ഒരു മെറ്റീരിയലും നെക്കിൻ്റെ ഭാഗമെല്ലാം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗമെല്ലാം നല്ല ശ്രദ്ധിച്ചടിക്കണം. മടക്കുമ്പോൾ എല്ലാം ഒരേ അളവിൽ ഇങ്ങനെ വരാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെക്ക് അടിച്ച് കഴിയുമ്പോഴേക്കും ഈ ട്രാൻസ്പെറൻ്റ് ഭാഗത്ത് ഈ മടക്കി അടിച്ചിരിക്കുന്നതെല്ലാം നമുക്ക് വിസിബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ
മടക്കി അടിച്ച ആ ഭാഗമെല്ലാം പല അളവിലൊക്കെ ഇരുന്നാൽ അത് നമുക്ക് വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് കറക്റ്റ് അളവിൽ ഇതേപോലെ ക്രോസ് പീസ് എടുത്തിട്ട് ഇതേപോലെ നമ്മൾ സിമ്പിളായിട്ട് പതുക്കെ അടിച്ചു കൊടുക്കാൻ മാത്രം മതി, വേറൊന്നുമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഉള്ളതാണ്. ഞാനിപ്പോൾ ഓർഗൻസയിൽ ചെയ്തെടുത്തപ്പോൾ എനിക്ക് ടഫായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തോന്നി. പെട്ടെന്ന് പെട്ടെന്ന് കഴിയുന്ന പോലെ ഇതേപോലെ കണ്ടോ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു മോഡലുമാണിത്. പുള്ളിയിൽ വന്നിരിക്കുന്നത് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നാണ്. അതിനുശേഷം നമുക്കിത് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഇവിടെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വരും, ബാക്ക് സൈഡാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ ഒന്ന് നിവർത്തിയിട്ടിട്ടുണ്ട്. നിവർത്തിയിടുമ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ആംഹോളിൻ്റെ ഭാഗം തുടങ്ങി ഇങ്ങനെ നിവർത്തിയിടുക. കണ്ടോ, ഞാൻ അവിടെ ഒരു വൈറ്റ് വെച്ച് കാണിച്ചു തന്നത് ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് നെക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് വെക്കുക. ഷോൾഡർ ഭാഗത്ത് കറക്റ്റ് ഇങ്ങനെ വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം അടിച്ചെടുക്കാം. എനിക്കിപ്പോൾ ഒരു ത്രെഡ് അടയാളം ഉള്ളതുകൊണ്ട് എനിക്ക് അടിച്ചെടുക്കാൻ സുഖമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ നെക്കിൻ്റെ ഭാഗം നിവർത്തി ഇതേപോലെ ലൈനിങ് ആയിട്ട് ചേർത്തിട്ടതിന് ശേഷം ഇതേപോലെ പിൻ ചെയ്ത് വെക്കുക. ചുറ്റും നെക്കിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് അടിക്കുമ്പോഴേക്കും നമുക്ക് സിമ്പിളായിട്ട് ഇത് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഇതേപോലെ കണ്ടോ, ചെറിയ ചെറിയ ഇങ്ങനെ ചുളിവുകളൊക്കെ വരുമ്പോൾ ഒന്ന് നിവർത്തി ഇങ്ങനെ വലിച്ചു പിടിക്കുക. ആ ചുളിവുകളെല്ലാം നമ്മൾ ലൈനിങ്ങിൻ്റെ ആ ഭാഗത്തേക്ക് വലിച്ചു പിടിക്കുക. കാരണം നമ്മൾ മുകളിലേക്ക് അത് വലിച്ച് അധികം ചുളിവാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് അത് വന്ന് തുണി വന്ന് വെറുതെ കുടുങ്ങിക്കിടക്കും. അപ്പോൾ താഴേക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ അത് ആംഹോളൊക്കെ അടിച്ച് പോകുമ്പോഴത്തേക്കും കറക്റ്റായി നിന്നോളും. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്ത് നമുക്കിത് അടിച്ചെടുക്കേണ്ട ഷോൾഡർ വെച്ച് അടിച്ചെടുത്തും ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ ട്രാൻസ്പെറൻറ്റ് ഭാഗമൊക്കെ ഇതേപോലെ ഇങ്ങനെ വലിഞ്ഞൊക്കെ കിടന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചുളുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ഇതേപോലെ അടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ബാക്ക് പാർട്ടിലാണ് ഇങ്ങനെ ലൈനിങ് തുണി ഉള്ളത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിന് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഭാഗം കഴിഞ്ഞിട്ടാണല്ലോ ലൈനിങ് ഉള്ളത്. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ലൈനിങ് പീസ് കൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. ഇതേപോലെ എന്നിട്ട് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം. ഇത് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് തന്നെ, വേറെ പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ എന്തായാലും ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിത് 2 വട്ടം ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 2 ഷോൾഡറും ഇതേപോലെ തന്നെ അടിച്ചെടുക്കാതെ കണ്ടോ, ഇതേപോലെ നമുക്കത് അപ്പോൾ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഉള്ളിൽ നമുക്ക് ഇതേപോലെ നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ തുണി ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ഓടിക്കളിക്കുന്ന തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി നമുക്ക് ഒന്നിച്ച് ആക്കിയെടുക്കാം. അതിനുശേഷം അടിക്കാം. അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ സ്ലീവ് അടിച്ച് പോയാൽ ചിലപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന പോലെ ഇരിക്കും. അതായത് മെയിൻ ക്ലോത്ത് അവിടെ നിന്ന് ഏറിയും കുറഞ്ഞൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം തുണി അധികമായിട്ട് കെട്ടിക്കിടക്കണ പോലെ കിടക്കാണ്ടിരിക്കാനാണ് ഞാനത് അങ്ങനെ അടിച്ച് അതിനൊന്ന് സെക്യൂറാക്കി വെച്ചു. എന്നിട്ട് നമുക്ക് ഇതേപോലെ സ്ലീവ് നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവ് ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ ഉള്ളിൽ വന്ന സ്ലീവിൻ്റെ അടിച്ചെടുത്ത ഭാഗമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അധികം ഭാഗം അവിടെ സ്ലീവിനുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാമല്ലേ. അതിന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെക്കായത് കൊണ്ട് തന്നെ ആ ഭാഗം കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയ ഭാഗത്ത് ഇങ്ങനെ വ്യക്തമായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക. അധികം വീതിയിൽ അവിടെ അടിക്കേണ്ട 2 സ്റ്റിച്ച് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാനാണ് ഉള്ളത്. അതാണ് നമ്മളുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. താഴെ മടക്കിയടിക്കാനുണ്ട്, അതേപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ 5 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സ്ലീവിൻ്റെ താഴത്തെ വിട്ടാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ഓൾറെഡി അളവ് ചെയ്തത് ഇവിടെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. കുറച്ചൊക്കെ മാഞ്ഞു പോയി, എന്നാലും നമുക്ക് അതിൻ്റെ മീതൊക്കെ ഒന്നും കൂടെ വരക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. വീഡിയോയിൽ ക്ലിയറായി കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കിവിടെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീതിയാണ് ഞാനിങ്ങനെ വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് സ്ലീവ്സ് ഇപ്പോൾ ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നല്ലോ, ആ 5 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് ഞാൻ ജോയിൻ ചെയ്ത് എന്നിട്ട് നമ്മൾ ഇതേപോലെ നേരത്തെ വരച്ച വര ഒന്നുകൂടെ കടുപ്പിച്ച് വരക്കുകയാണ്. താഴത്തെ ഭാഗവും എനിക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ട്, വീഡിയോയിൽ ഇത്ര ക്ലിയർ അല്ല. അപ്പോൾ ഞാൻ വരച്ച വരയുടെ മീതെ കൂടിയാണ് ഒന്ന് വരച്ച് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതേ കണ്ട് സെൻട്രൽ പൊസിഷനിൽ നമ്മൾ നേരത്തെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് 9 അപ്പോൾ 9 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഷേപ്പ് സ്ലിറ്റിൻ്റെ ഭാഗമെല്ലാം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ ഒന്ന് സെൻട്രൽ പൊസിഷൻ പിടിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ താഴത്തെ ഭാഗം ആദ്യം തന്നെ ഇതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ
അല്ലെങ്കിൽ ലൈനിങ്ങിൻ്റെ രണ്ടിൻ്റെ ഭാഗവും ഒന്ന് മടക്കി അടിക്കുക. മടക്കി അടിച്ചതിന് ശേഷം മാത്രമേ നമ്മളിപ്പോൾ ഈ വരച്ച വരയിലൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവൂ. താഴത്തെ ഭാഗം എല്ലാ ഭാഗവും ഒന്ന് മടക്കി അടിക്കുക, ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും. അതിനുശേഷം നമുക്ക് ഇതേപോലെ സ്ലീവ്സ് തുടങ്ങി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമ്മുടെ അളവിൽ. അതിന് നമ്മുടെ അളവിൽ ഒന്ന് വരച്ച വരയിലൂടെ ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആദ്യം അടിച്ചെടുക്കാം. രണ്ട് സൈഡ് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി മാർക്ക് ചെയ്ത വര അവിടെ കാണുന്നതുകൊണ്ട് അപ്പോൾ അതിലൂടെ തന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ ഒന്ന് ചെയ്തെടുത്താലും മതിയാവും. ഇത് കണ്ടപ്പോൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ലൈനിങ്ങിൻ്റെ പാർട്ടും മെയിൻ ക്ലോത്ത് എല്ലാം ഞാൻ ഇവിടെ താഴെയും മടക്കി അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ബാക്കിലൊരു ബട്ടണും കൂടി വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇത് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ഫ്രണ്ടിൽ സ്ലിറ്റൊക്കെ നല്ല ഭംഗിക്ക്